പ്രാവശ്യം ഈ ശുശ്രൂഷകളെ പറ്റിയൊക്കെ ആധികാരികമായി അറിയുകയും ഗ്രഹിക്കും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഒരു ആവർത്തന വിരസത ഒഴിവാക്കാം. എങ്കിലും വചനം വായിക്കുന്നത് നമുക്ക് അനുഗ്രഹമായിരിക്കും. പ്രാരംഭമായി കാല് കഴുകുന്ന ശുശ്രൂഷയോടനുബന്ധമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഒരാൾ ദൈവസന്നിധിയിൽ വായിച്ചാട്ടെ. പെസഹ പെരുന്നാൾ മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദാ ഇസ്കറിയാത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകിയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കയ്യും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവനെ കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്ക കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ചു വീണ്ടും ഇരുന്നു അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കേണ്ട തിരുവചന ഭാഗങ്ങളാണ് നാം വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് കാലുകഴുകൽ ശുശ്രൂഷയെ പറ്റി അല്ലെങ്കിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി ആ ദാസത്വത്തിന്റെ അനുഭവത്തെ പ്രകടമാക്കിയ അനുഭവം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ വചനത്തിൽ നാം വായിക്കുന്നത് പ്രകാരമാണ്, പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തുടർന്ന് എന്ത് ചെയ്തു? ഈ ശുശ്രൂഷ നിവർത്തീകരിക്കുക. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ യേശു കർത്താവ് തൻ്റെ ആ വേല തികയ്ക്കുന്ന, തൻ്റെ ഈ ഭൗമിക ജീവിതം അവസാനിക്കുന്ന ആ സന്ദർഭത്തിൽ പ്രൈസ് ദി ലോർഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ശുശ്രൂഷ വെളിപ്പെടുത്തുന്നത് അല്ലേ? ശിഷ്യന്മാരോടൊപ്പം 3 വർഷം, ചിലപ്പോൾ 3.5 വർഷം എന്നുള്ള കണക്കൊക്കെ ഉണ്ട്. സ്തോത്രം. ആ 3 വർഷം യേശു കർത്താവിനോടൊപ്പം ഈ ദാസന്മാർ ആയിരുന്നപ്പോൾ ഒന്നും അവരുടെ കാല് കഴുകിയതായി നാം അറിയുന്നില്ല, വായിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അവസാനം കൊണ്ട് ഈ പരിപാടി വെച്ചിരിക്കുക, കാല് കഴുകുന്ന പരിപാടി. അടുത്ത ദിവസങ്ങൾ പെസഹയാണ്. അന്ന് രാത്രി പെസഹയുടെ അപ്പം നുറക്കണം. അതിനുശേഷം തൻ്റെ ഏൽപ്പിച്ച ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെടുവാൻ പോകുകയാണെന്ന് യേശു ആത്മാവിൽ അറിഞ്ഞു. അതിനു മുന്നമേ ചെയ്ത ഒരു മഹത്വമുള്ള ഒരു ശുശ്രൂഷയാണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധാരണ നമ്മളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അവസാനം ചെയ്യുന്നത് അല്ലേ? ഒരു കറി ഒരു സദ്യക്ക് പോയാൽ അവസാനമാണ് ആര് വരുന്നത്? നല്ല അട്ടപ്രഥമൻ, പായസം. പെട്ടെന്ന് പിടികിട്ട അവിടെ പറഞ്ഞ അല്ലേ? അല്ലാതെ ആദ്യമേ ആരെങ്കിലും നല്ലത് എന്തെങ്കിലും വിളമ്പി പായസം എന്നാ ഏറ്റവും നല്ല പായസമുണ്ട് എന്നാൽ അതങ്ങ് കുടിച്ചോ എന്ന് പറയുമോ? ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എല്ലാവർക്കും സംതൃപ്തമായ ഏറ്റവും പ്രാധാന്യതയുള്ളതിനെയാണ് എന്ത് ചെയ്യുന്നത്? അവസാനം അല്ലേ? ഇപ്പൊ നമ്മുടെ രാജ്യങ്ങളൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ അവസാനം അറ്റ കൈക്ക് പ്രയോഗിക്കാൻ ഒരു സംഗതി കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? അതിന് മുന്നമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ഇതൊക്കെ പ്രകടിപ്പിക്കും. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാ, നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാ അല്ലേ? സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എങ്ങനെയാണ്? അറ്റ കൈക്ക് എന്ത് ചെയ്യും? നമ്മളൊക്കെ നമ്മുടെ വിശ്വരൂപം എന്ത് ചെയ്യും? പുറത്തേക്ക് സ്തോത്രം പുറത്തേക്ക് എടുക്കും ഇല്ലേ? നമ്മുടെ ജഡം പുറത്തു വരും.
സ്തോത്രം അല്ലേ? പണ്ട് ആരാണ്ട് പറഞ്ഞതുപോലെ ആള് പറഞ്ഞു, ഞാൻ ആ ദൈവനാമത്തിൽ ക്ഷമിച്ചിരിക്കുക, ദൈവനാമത്തിൽ ക്ഷമിച്ചിരിക്കുക, ഇനി ഞാൻ ഈ ദേഷ്യപ്പെടുകയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആവർത്തി ചോദിച്ചു, ദേഷ്യപ്പെടുകയില്ലേ? ക്ഷമിച്ചോ? ആ, ഞാൻ ക്ഷമിച്ചിരിക്കുക, ഞാൻ എനിക്ക് അങ്ങനെ യാതൊരു കോപമോ ദേഷ്യമോ ഇല്ല, ആ വിഷയത്തിൽ ഞാൻ ക്ഷമിച്ചിരിക്കുക. വീണ്ടും ചോദിച്ചു, സത്യമാണോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ആ ബ്രദറെ, എനിക്ക് ക്ഷമിക്കാൻ പറ്റും. എന്തുകൊണ്ട് എനിക്ക് പറ്റുകയില്ല? അപ്പൊ ട്യൂണൊക്കെ മാറി. അല്ല, എനിക്കൊരു സംശയം, നിങ്ങൾക്കത് കഴിയുമോ എന്ന്. ആര് പറഞ്ഞു എനിക്ക് കഴിയില്ലെന്ന്? എനിക്കത് കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 പ്രാവശ്യം ചോദ്യങ്ങളായപ്പോൾ അവസാനം പുള്ളി എന്ത് ചെയ്തു? പുള്ളിയുടെ അപ്പൊ ക്ലൈമാക്സ് വന്നപ്പോൾ വിശ്വരൂപം പുറത്തെടുത്തു. ഇവിടെ കർത്താവ് വിശ്വരൂപം ഒന്നുമല്ലേ പുറത്തെടുത്തത്, യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ സ്വഭാവമാണ് യേശുക്രിസ്തു ഈ ശുശ്രൂഷയിൽ വെളിപ്പെടുത്തിയത്. കേട്ടോ, നമ്മളൊക്കെ നേരെ മറിച്ച, പക്ഷെ യേശുക്രിസ്തു നമ്മൾ ചിന്തയേക്കാൾ നേരെ വിപരീതമായ രീതിയിലാണ് തന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു അനുഭവമാണ് എന്ത്? താഴ്മ എന്നുള്ളത്. എന്താണ് താഴ്മ എന്നുള്ളത്? നമ്മൾ ആദ്യം താഴും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഞങ്ങൾ ഉയരും അല്ലേ, കുറച്ച്. പക്ഷെ കർത്താവ് എങ്ങനെയാണ്? അന്നും താൻ ഈ ഭൗമിക ലോകം വിടുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യുക? 15-ാം വാക്യത്തിൽ എന്താണ് പറഞ്ഞത്? ഒരു മാതൃക, ഒരു ദൃഷ്ടാന്തം നിങ്ങൾക്ക്, അല്ലേ, അങ്ങനെയല്ലേ വായിച്ചേ? ഒരു ദൃഷ്ടാന്തം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ ലാസ്റ്റ് ആണ് അവർക്ക് ഒരു എക്സാമ്പിൾ ദൈവം കൊടുക്കുന്നത്, കാല് കഴുകുന്ന ശുശ്രൂഷ, പാദ കഴുകൽ ശുശ്രൂഷ. ഇനി ഈ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂതങ്ങളുടെ മേൽ അധികാരം കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ പല നിലയിൽ 70 പേരെ കർത്താവ് അയച്ചിട്ടുണ്ട്, അല്ലേ? അധികാരത്തോടെ അയച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നാം പറയുന്നത് പോലെ മറുരൂപ മലയിൽ തന്റെ മഹത്വം എന്ത് ചെയ്തിട്ടുണ്ട്? വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ആ ശുശ്രൂഷയുടെ ഓരോ കാലഘട്ടങ്ങളിലും അതെന്ത് ചെയ്തു? പല നിരത്തിലുള്ള അനുഭവങ്ങൾ യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയും താൻ ആരാണെന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ആ ശുശ്രൂഷ അവസാനിക്കുവാൻ ചില ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ യേശു ക്രിസ്തു ചെയ്ത ഏറ്റവും മഹത്വമുള്ള ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ് പാദ കഴുകൽ ശുശ്രൂഷകളിൽ കാല് കഴുകുന്ന ശുശ്രൂഷ. ഒരു ദൃഷ്ടാന്തം നിങ്ങൾക്ക് തന്നേച്ചിരിക്കുക. എന്തിനാണ്? നിങ്ങൾ തമ്മിലാണ്, അല്ലേ? എന്ത് ചെയ്യണം? നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? കാല് കഴുകാൻ. 14-ാം വാക്യം, അല്ലേ? നിങ്ങളും തമ്മിൽ. ആരാണ് നിങ്ങൾ? കർത്താവിൽ വിശ്വസിക്കുന്നവർ. ആരാണ് നിങ്ങൾ? യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ. അയ്യോ, ഇത് അപ്പോസ്തലന്മാർ മാത്രമാണോ? അല്ല. ആരാണ് യേശുവിന്റെ ശിഷ്യന്മാർ? ക്രൂശുമെടുത്ത് യേശുവിനെ അനുഗമിക്കുന്നവർ, അല്ലേ? കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, പിന്നെയോ അവന്റെ ഇഷ്ടം ചെയ്യുന്നവരാ അവന്റെ ശിഷ്യന്മാർ, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ അവര് ശിഷ്യന്മാരാണ് എന്ത് ചെയ്ത് തമ്മിൽ കാലുകൾ കഴുകേണ്ടത്. ഈ സന്ധ്യയെങ്കിൽ നമുക്കൊരു ഉറപ്പ് പ്രാപിക്കണം, നാം യഥാർത്ഥമായും യേശുവിന്റെ ശിഷ്യന്മാരാ. അല്ലാതെ ഒരു സഭയിൽ മെമ്പർഷിപ്പ് കിട്ടുവാൻ വേണ്ടി എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി സഭയിൽ നിൽക്കുന്ന ഹല്ലേലൂയ അംഗങ്ങളോ വിശ്വാസികളോ അല്ല നമ്മൾ എങ്ങനെയാണ്? യേശുവിനെ ആമേൻ യഥാർത്ഥമായി അനുഗമിക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെയുള്ളവരാണ് ഈ ശുശ്രൂഷ എന്ത് ചെയ്യേണ്ടത്? ഉൾക്കൊള്ളുകയും അവർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ശുശ്രൂഷയിൽ വെളിപ്പെട്ട ഏറ്റവും പ്രധാനമായ കാര്യം എന്താണ്? കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ, അല്ലെ? അപ്പൊ യേശുവിന്റെ ആ സൂപ്രമസി അല്ലെങ്കിൽ യേശുവിന്റെ ആ ഉന്നതമായ അനുഭവം കർത്താവ് തന്നെ പറയുകയാ, അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞത്? 14-ാം വാക്യം, കർത്താവും ഗുരുവുമായ ഞാൻ. അത് യേശുവിന്റെ വാമൊഴി തന്നെയാ. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴുകുവാൻ സാധിക്കുന്നില്ല, അല്ലെ? കർത്താവും ഗുരുവുമായവൻ താണലോകത്തിലേക്ക് എന്ത് ചെയ്തു? സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഇറങ്ങി വന്നു. ഇത് വിശ്വാസയോഗ്യമായ ദൈവവചനമാണ്. അമേ സ്തോത്രം. ജനകോടികൾ നെഞ്ചിലേറ്റുന്ന ദൈവത്തിന്റെ വചനമാ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ താഴ്മ എന്നുള്ളത്. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി.
പ്രൈസ് ഗോഡ്. അപ്പോൾ യേശു ക്രിസ്തു തൻ്റെ നിര്യാണത്തോട് അടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ യാഗത്തോട് അടുക്കുമ്പോൾ താൻ കരുതി വച്ചിരിക്കുന്ന ഒരു മഹത്വമുള്ള ശുശ്രൂഷയാണ് താഴ്മ ധരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കുക. രണ്ട്, ഈ ശുശ്രൂഷയിൽ വെളിപ്പെട്ട് വരുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയ. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ് പറഞ്ഞത്. വീണ്ടും ഈ ഭാഗത്ത് ഇത് തന്നെയാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളതും. എന്താണ് ഒരു കഴുകൽ ശുശ്രൂഷ എന്നുള്ളത്? ആരുടെയെങ്കിലും കാല് കഴുകിൽ ആഗവത്തോടെ പോകുകയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഇഷ്ടപ്പെടാത്തവരുടെ കാല് കഴുകുകയല്ല. മറിച്ച് അവിടെ വെളിപ്പെടുന്നത് എന്താണ്? ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ കാലിന്റെ അടികൾ ലോകത്തിന്റെ മണ്ണുമായി എന്ന് പറഞ്ഞാൽ ലൗകിക ബന്ധങ്ങളുള്ള നമ്മുടെ ഈ ജഡ ശരീരം ഒരു കഴുകൽ പ്രാപിക്കുകയാണ്. ഒരു കഴുകൽ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു മാനസാന്തരത്തിന്റെ അനുഭവമാണ് വെളിപ്പെടുത്തുന്നത്. ദിനം പ്രതി നാം എന്ത് വെച്ചാൽ മാനസാന്തരപ്പെട്ട് നമ്മുടെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യം എന്താണ്? അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക, അല്ലേ? എന്തിനു വേണ്ടിയാണ് നമ്മെ ദിനംതോറും ശുദ്ധീകരിക്കുന്നത്? മത്തായി 5 നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ഹൃദയ ശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ എന്ത് ചെയ്യും? അമേരിക്കയിൽ പോകുമെന്നല്ല, അവർ ദൈവത്തെ കാണുമെന്ന്. സ്തോത്രം. ദൈവത്തെ കാണും. ദൈവത്തെ കണ്ടിട്ടില്ലേ? ഇത്ര നാളായിട്ട് ആരാധിച്ചിട്ട് തിരുമേശ എഴുതിയിട്ട് ദൈവത്തെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലെങ്കിൽ ബൈബിൾ പറയുന്ന ഒരൊറ്റ കീയാണ്. എന്താണ്? താക്കോൽ വചനമാണ്. ഹൃദയം ശുദ്ധിയായാൽ മതി. എങ്ങനെയാ നമ്മുടെ ഹൃദയം ശുദ്ധിയാകേണ്ടത്? വാക്യം ഇതാ. ഏതാണ്? 1 യോഹന്നാൻ 1:7. അതിന് വേറൊരു ഓപ്ഷൻ ഒന്നുമില്ല. ഹൃദയം ശുദ്ധിയാക്കാൻ നമുക്ക് കഴിയൊന്നുമില്ല. നമുക്ക് തന്നെ താൻ കഴിയുമോ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാൻ? നമ്മുടെ മസിൽ പവർ കൊണ്ടോ നമ്മുടെ മണി പവർ കൊണ്ടോ അല്ലെങ്കിൽ നാം നേടിയ ജ്ഞാനം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും നമ്മുടെ ഹൃദയം എന്ത് ചെയ്യാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, ശുദ്ധി ചെയ്യുവാൻ പറ്റുകയില്ല. നാം ചെയ്തു വരുന്ന ചെയ്തികൾക്ക് നമ്മെ നീതീകരിപ്പാൻ, നമ്മെ ശുദ്ധീകരിപ്പാൻ കഴിയാതിരുന്നപ്പോൾ താണലോകത്തിലേക്ക് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞിറങ്ങി വന്ന യേശു കർത്താവിന്റെ ആമേൻ ഹല്ലേലൂയ ശരീരത്തിന് ധാരയായി ഒഴുകിയ ആ തിരുനീണത്തിന് മാത്രമേ നമ്മെ എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? ശുദ്ധീകരിപ്പാൻ കഴിയുകയുള്ളൂ. ആ ശുദ്ധീകരണം പ്രാപിച്ചാൽ ആമേൻ ഹല്ലേലൂയ ഓരോ ദൈവ പൈതലും പറയുവാൻ കഴിയും: ഞാൻ ദൈവത്തെ അടുത്തറിഞ്ഞു, എന്റെ കഷ്ടത്തിൽ ഞാൻ ദൈവത്തെ അടുത്തറിഞ്ഞു. ആമേൻ. തീച്ചൂളയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഞാൻ എന്റെ ദൈവത്തെ കണ്ടു എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായി തീരണം. അപ്പോൾ ഈ കാല് കഴുകുന്ന ശുശ്രൂഷയിൽ ആമേൻ ക്ലൻസിങ് ആണ്, ഒരു ശുദ്ധീകരണമാണ് അവിടെ നടക്കുന്നതെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഇത് കാലിന്റെ പൊടി കഴുകുന്ന ഒരു ലാഘവത്തോടെ കഴുകരുത്. നമ്മുടെ ഹൃദയത്തിനകത്ത് നടക്കുന്ന ഒരു കഴുകലായി ഇത് തീരട്ടെ. നമ്മളെ പൂർണ്ണമായി നമ്മളെ ഒന്ന് ആത്മാവിൽ നമ്മുടെ ജഡത്തെ ഒന്ന് കഴുകുന്നൊരു അനുഭവമാകട്ടെ. കർത്താവേ, ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും ഞാൻ എൻ്റെ ദൈവത്തെ കാണുകയാ. ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും ഞാൻ എൻ്റെ സൃഷ്ടിതാവിനെ കാണുകയാ. ഓരോ പ്രാവശ്യവും ആമേൻ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഞാൻ ദൈവത്തെ എന്നെ മുഖാമുഖം കാണുന്നൊരു അനുഭവമാണ്. എത്ര നല്ല സന്തോഷമാ അല്ലേ? ആമേൻ. സ്തോത്രം. ഈ ശുശ്രൂഷയുടെ ലാഘവം എന്ന് പറഞ്ഞാൽ ആമേൻ മേത്രമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്ലൻസിങ് ആണ് നടക്കുന്നത്, ശുദ്ധീകരണമാണ് നടക്കുന്നത്. യേശു കർത്താവിന് ആലയം ശുദ്ധീകരിപ്പാൻ എന്ത് ചെയ്യേണ്ട വന്നു? ചാട്ടവാറ് എടുക്കേണ്ടതായിട്ട് വന്നു. പ്രൈസ് ഗോഡ്. സകലത്തിനെയും ആലയത്തിനകത്തുനിന്ന് പുറത്താക്കേണ്ട വന്നു, അല്ലേ? എൻ്റെ ആലയം, എൻ്റെ പിതാവിൻ്റെ ആലയം എങ്ങനെയാണ്? പ്രാർത്ഥനാലയം എന്ന് കർത്താവോടെ പ്രഖ്യാപിക്കാനിടവന്നു. സ്തോത്രം. ചാട്ടവാറൊന്നും എടുക്കാൻ നമ്മൾ അനുവദിക്കണ്ട. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അടിയൊന്നും വെടിപ്പാൻ നാം നിൽക്കണ്ട. നാം സ്വയമേ ഒന്ന് സമർപ്പിച്ച് ആ കാലുകിടുന്ന ശുശ്രൂഷയിൽ കർത്താവെ, എവിടെയെങ്കിലും ഏതെങ്കിലും പൊടി കിടപ്പുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിലോ ജഡത്തിലോ എൻ്റെ ചിന്തയിലോ എവിടെയെങ്കിലും കർത്താവെ വിഘ്നമായ തടസ്സമായ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഒന്ന് കഴുകണമേ എന്ന് പറയുവാനുള്ള ഒരു ശുശ്രൂഷയാണ് ഈ കാലുകഴുകൽ ശുശ്രൂഷ. ഇത് ഏറ്റവും ആമേൻ അല്ലെങ്കിൽ ഗൗരവത്തോടെ ആമേൻ താഴ്മ ധരിച്ചവരായി ചെയ്യുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. അത് ചേർന്ന് പറയുമ്പോൾ തന്നെ ആമേൻ ഹല്ലേലൂയ ആ ശുശ്രൂഷയ്ക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? തൻ്റെ അരുമ ശിഷ്യന്മാരാൽ ആമേൻ ശിഷ്യന്മാരിൽ ഒരുവനാൽ താൻ എന്ത് ചെയ്തു? പിടിക്കപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. തുടർന്ന് ഗത്സമനയും ആമേൻ ഗത്സമയിലെ തൻ്റെ പ്രതിസന്ധികൾ, താൻ നേരിടുന്ന ആ പ്രതിസന്ധികളെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നിന്നും കർത്താവായ യേശുവിനെ ഗബ്ബതയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും യേശു കർത്താവിനെ ഗോൽഗത്തായിലേക്ക് കൊണ്ടുപോകുന്നു. ആമേൻ. ഗോൽഗത്തായിൽ
അവൻ സ്തോത്രം കർത്താവിൻ്റെ മുൻനിർണയ പ്രകാരം, ആമേൻ, ദൈവത്തിൻ്റെ, തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരം യേശു കർത്താവ് അവിടെ പിടിക്കപ്പെടുകയാ. കോലുകൊണ്ട് അടിയേറ്റവനായി, ആമേൻ, തലയിൽ മുൾക്കിരണധാരിയായി, മുഖത്തെ രോമങ്ങൾ പിഴുതെടുക്കപ്പെട്ടവനായി, മുഖത്ത് തുപ്പൽ ഏറ്റവനായി, നിന്ദിക്കപ്പെട്ടവനായി, ചാട്ടവാറ് കൊണ്ട് അടിയേറ്റപ്പെട്ടവനായി. ആമേൻ, ഹല്ലേലൂയ. വേദപുസ്തകം നമ്മുടെ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. വായിക്കാം, യെശയ്യാ പ്രവചനം 53 വായിച്ചാട്ടെ. ഇവിടെ നാം വായിച്ചു, യേശു കർത്താവിൻ്റെ, ആമേൻ, പരസ്യ ശുശ്രൂഷ വേളകൾക്ക് ഏകദേശം 850 വർഷങ്ങൾക്ക് മുമ്പാണ് യെശയ്യാ പ്രവാചകൻ യേശു കർത്താവിൻ്റെ, ആമേൻ, ആ ത്യാഗത്തെ പറ്റി എന്ത് ചെയ്തത്? അകൃത്യയാഗം എന്ന നിലയിലാണ് ഈ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, അല്ലേ? അകൃത്യ യാഗമായി തീർന്നു. സ്തോത്രം. നാം മരിക്കേണ്ടയിടത്ത്, നാം അകൃത്യത്തിൻ്റെ ശിക്ഷ നാം വഹിക്കേണ്ടയിടത്ത് നമുക്ക് പകരക്കാരനായി യേശു എന്ത് ചെയ്തു? ശിക്ഷ അനുഭവിച്ചു. സ്തോത്രം. പാസ്റ്റർ, ഇതൊക്കെ 2000 വർഷം മുന്നേ നടന്ന കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു സീരിയസ്നെസ്, അല്ലേ? പുള്ളി നമ്മളൊന്നും ഇത് കണ്ടിട്ടില്ലല്ലോ, നമുക്ക് മരിച്ചാൽ എന്താ, അല്ലേ? അങ്ങനെയല്ല. നാം ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ വിശ്വസിക്കുകയും, അല്ലേ, ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗ്രഹിപ്പാനായിട്ട് കഴിയുകയുള്ളൂ, അല്ലേ? നാം ഈ കാര്യങ്ങൾ വായിക്കുമ്പോഴാണ് വിശ്വാസം നമ്മുടെ അകത്ത് എന്ത് ചെയ്യുന്നത്? വർദ്ധിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു എന്നുള്ള ബോധ്യം, പ്രൈസ് ഗോഡ്, പാസ്റ്റർ പറഞ്ഞത് കൊണ്ട് വന്നതല്ല, ദൈവവചനം പറയുന്നത് കൊണ്ടാണ് വരേണ്ടത്, കേട്ടോ. ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ടീച്ചറാണ്, അല്ലേ? യേശു കർത്താവ് എന്താ പറഞ്ഞത്? അവൻ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ നിങ്ങളെ സകല സത്യത്തിലും എന്ത് ചെയ്യും? വഴി നടത്തുമെന്ന്. ഹി വിൽ ടീച്ച് യു എന്ന് പറഞ്ഞ് നിങ്ങളെ ടീച്ച് ചെയ്യും. ഒരു ടീച്ചറാണ്. സ്തോത്രം. അപ്പോൾ പാസ്റ്റർ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചാൽ. പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന കാര്യമാണ് യെശയ്യാ പ്രവചനത്തിൽ നാം വായിച്ചത്. എങ്ങനെയാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി അകൃത്യയാഗമായി തീർന്നത്. പ്രൈസ് ഗോഡ്. 1-2 കാര്യങ്ങൾ. ആ നുറുക്കപ്പെട്ട ശരീരം, തകരപ്പെട്ട ശരീരം. 2, ആ ശരീരത്തിൽ നിന്ന് ധാരധാരയായി ഒഴുകിയ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ രക്തം. ആ രക്തത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. ഒന്ന് വായിച്ചാട്ടെ, എളുപ്പം വായിച്ചു വിട്ടു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചന ഭാഗം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ
മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ യേശുവിന്റെ രക്തം കൊണ്ട് നമുക്ക് എന്ത് സാധ്യമാണ്? അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. യെശയ്യാ പ്രവചനത്തിൽ നാം വായിച്ചു, അകൃത്യ യാഗമായി തീർന്നു യേശു. നാം അകൃത്യം വഹിക്കേണ്ടിടത്ത് നമുക്കതിന് കെൽപ്പില്ലാത്തത് കൊണ്ട്, എന്ന് പറഞ്ഞാൽ അതിന്റെ ശിക്ഷ വഹിപ്പാൻ നാം, അല്ലെങ്കിൽ അതിന് മറുവില കൊടുപ്പാൻ നമുക്ക് യാതൊരു ആരോഗ്യമോ ബലമോ ശക്തിയോ നാം ആ നിലവാരത്തിലുള്ള നീതീകരിക്കപ്പെട്ട വ്യക്തിത്വമോ അല്ലായിക കൊണ്ട് നമുക്ക് പകരക്കാരനായി കർത്താവ് സകല മാനവരാശിയുടെയും പാപങ്ങളെ താൻ എടുത്തു. പാപം അറിയാത്തവന് എന്തായി? പാപിയായി തീർന്നു. പാപം ചെയ്തിട്ട് പാപിയായതല്ല, നമ്മുടെ പാപം അവൻ ഏറ്റെടുത്തത് കൊണ്ടാ കേട്ടോ. നമ്മുടെ പാപങ്ങളെ വഹിച്ച് പത്രോസ് പറയുന്നതാണ് ക്രൂശുമേൽ കയറി കേട്ടോ. പട്ടാളക്കാർ പിടിച്ചത്, ആണി അടിച്ചു, അവൻ സമ്മതിച്ചങ്ങ് കൊടുത്തതല്ല. കർത്താവ് എന്ത് ചെയ്താണ്? അങ്ങ് നടന്നങ്ങ് കയറിയതാ. നമ്മുടെ പാപങ്ങളെ വീണ്ടെടുപ്പാൻ ഇനി ഒരു പരിഹാര ബലി ആവശ്യമില്ല എന്ന് വിചാരിച്ച് താൻ തന്നെ ഒരു മഹാപാപ പരിഹാര ബലിയായി തീർന്നതാ. അപ്പോൾ ഒന്ന്, യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് അകൃത്യമെന്ന എന്തുണ്ട്? മോചനം, അല്ലേ? അങ്ങനെയല്ലേ വായിച്ചേ? മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. പ്രൈസ് ഗോഡ്. നമ്മുടെ അതിക്രമങ്ങളിൽ നിന്ന് അവൻ നമ്മെ മോചിപ്പിക്കും. പിന്നെയാണ് നാം ഇത് ചെയ്യുന്നത്? വീണ്ടെടുക്കുന്നത് കേട്ടോ. അപ്പൊ യേശുവിന്റെ രക്തം ഒഴുകിയത് കൊണ്ട് നമുക്ക് ലഭിച്ചതാണ് ഒരു വീണ്ടെടുപ്പ്. നമ്മളെ തകർന്നു പോയ ആത്മീക ജീവിതത്തെ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന്റെ രക്തത്താൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ അകൃത്യങ്ങളെ മോചിപ്പിച്ച് ആ ആത്മീക ജീവിതത്തെ വീണ്ടെടുത്തു. നഷ്ടപ്പെട്ടു പോയി നമ്മെ വീണ്ടെടുത്തു. നഷ്ടപ്പെട്ടു പോയി നമ്മെ വീണ്ടെടുത്തു. ഇന്ന് പകൽ എത്ര പേർക്ക് സന്തോഷപ്പെടും? നഷ്ടപ്പെട്ടു പോയതിനെ എന്തു ചെയ്തു? സ്വർഗം വീണ്ടെടുത്തിട്ടുണ്ട്. നാം നഷ്ടപ്പെട്ടു പോയവരായിരുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വരിഞ്ഞോടി ആമേൻ സാമുദായിക ബന്ധനങ്ങളിൽ, സാമുദായിക വിശ്വാസങ്ങളിൽ അകപ്പെട്ടവരായിരുന്നു. അവിടെ നാം ഹല്ലേലൂയ തകർന്നവരായിരുന്നു. എന്നാൽ സ്വർഗം നമ്മെ അവിടെ നിന്ന് വീണ്ടെടുത്തു. രണ്ടാമത് ആമേൻ നമുക്ക് വായിപ്പാൻ കഴിയുന്നത് ഈ പുറകിൽ എഴുതിയിരിക്കുന്ന തിരുവചന ഭാഗമാണ്. എന്താണ്? ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ രണ്ടാമത് യേശുവിന്റെ രക്തം സകല പാപവും. ഒന്നാമത്തെ ഭാഗത്ത് നാം പറഞ്ഞു അതിന് അകൃത്യം എന്ന ഭാഗം കൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്ത് ചെയ്യുന്നുണ്ട്? ശുദ്ധീകരിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന്, വീണ്ടെടുക്കുന്നുണ്ട്. രണ്ട്, നാം കണ്ടു ശുദ്ധീകരിക്കുന്നുണ്ട്. മൂന്ന്, കൊളോസ്യ ലേഖനം 1:20 വായിച്ചേ. വായിച്ചു. കൊളോസ്യർ 1:20 വായിക്കുന്നത്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, ഇവിടെ നാം ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ആദ്യം കണ്ടു വീണ്ടെടുപ്പുണ്ടായി. രണ്ട്, നാം ഇവിടെ കണ്ടു ശുദ്ധീകരണം ഉണ്ടായി. മൂന്ന്, നാം ഇവിടെ വായിച്ചു എന്താണ്? മുഖാന്തരം സമാധാനമുണ്ടായി. മൂന്നാമത് എന്താണ്? യേശുവിന്റെ രക്തം കൊണ്ട് സമാധാനമുണ്ടായി കേട്ടോ. ഈ രാത്രിയെങ്കിൽ സമാധാനം ജീവിത വിഷയങ്ങളുടെ മധ്യേ ഇല്ല എന്ന് ഉണ്ടെങ്കിൽ ആ യേശുവിന്റെ ആമീൻ അതിന്റെ വിലയെ പറ്റി ഒന്ന് ധ്യാനിച്ചാലും മതി. പ്രൈസ് ഗോഡ്. ആമീൻ. എവിടെയൊക്കെയാണ് എങ്ങനെയുള്ള സമാധാനമായിരുന്നു? ഇരുപക്ഷങ്ങളായിരുന്നു അല്ലേ? ദൈവവുമായിട്ട് നമുക്ക് എന്തുണ്ടായിരുന്നില്ല? ഒരു നിലയിലുള്ളതായ റീകൺസിലിയേഷൻ എന്ന് പറയുന്നത് നിരപ്പുണ്ടായില്ലെന്ന് പ്രിയപ്പെട്ടവരെ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്കെന്തുണ്ടായി? ദൈവവുമായിട്ട് സമാധാനം ഉണ്ടായി എന്നാ പറയുന്നത്. ദൈവവുമായിട്ട് സമാധാനം ഉണ്ടായെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന കഷ്ടതയും പ്രയാസവും രോഗവും ദുഃഖവും അതിന് മതി ഒന്നും നാം ഭാരപ്പെടണ്ട. ആമേൻ, സ്തോത്രം. ദൈവവുമായിട്ട് സമാധാനം ഉണ്ടായാൽ മതി. മനുഷ്യൻ നമുക്ക് സമാധാനം തന്നില്ലേലും കുഴപ്പമില്ല. ദൈവത്തിന്റെ സമാധാനം നമുക്ക് മതി പ്രിയപ്പെട്ടവരെ. ആമേൻ. അതിനൊരു ഒറ്റ മുഖാന്തരമേ ഉള്ളൂ, ക്രൂശിൽ. അല്ലേ? അങ്ങനെയല്ലേ വായിച്ചത്? ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം നമുക്ക് സമാധാനമുണ്ടായി. അപ്പൊ ഒന്ന്, വീണ്ടെടുപ്പ്. രണ്ട്, ശുദ്ധീകരണം. മൂന്ന്, സമാധാനം. നാല്, വായിച്ചോ. ആമേൻ. റെവലേഷൻ, വെളിപ്പാട് 12:11 വായിച്ചേ. പെട്ടെന്ന് വായിച്ചു വിട്ടു.
അവർ അവനെ ആരെ? പ്രതിയോഗിയായ പിശാചിനെ, കുഞ്ഞാടിന്റെ സാക്ഷ്യ ജയിച്ചു. അപ്പൊ അവനെ ജയിക്കണമെങ്കിൽ എന്തു വേണം? ഈ ക്രൂശിമേൽ ചൊരിഞ്ഞ രക്തം വേണം കേട്ടോ. ക്രൂശിമേൽ ചൊരിഞ്ഞ രക്തം വേണം. നമ്മുടെ പുറകിൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചു നിൽക്കുന്ന ആ പിശാചിന് പ്രതിയോഗിയെ ജയിക്കണമെന്നുണ്ടെങ്കിൽ, അവൻ കൊണ്ടുവരുന്ന പരീക്ഷകളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ, അവന്റെ മുമ്പിൽ നിവർന്ന് നിൽക്കണമെങ്കിൽ, സ്തോത്രം, നമ്മളെ ബുദ്ധി കൊണ്ടൊന്നും കഴിയുകയില്ല. പിന്നെയോ അവനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമേ, കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ മതി. നിനക്കെതിരെ കടന്നു വരുന്ന പരീക്ഷകൾ, നിനക്കെതിരെ കടന്നു വരുന്ന വ്യഥകൾ, വേദനകൾ, താഴ്ചകൾ, വീഴ്ചകൾ, നഷ്ടങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, അതൊന്നും നിന്നെ തളർത്തിക്കളയാതെ ഹല്ലേലൂയ ജയം എടുക്കണമെങ്കിൽ യേശു കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ മതി. അപ്പോൾ അവർ കുഞ്ഞാടിന്റെ രക്തവും സാക്ഷ്യവചനങ്ങൾ മുഖാന്തരം എന്ത് ചെയ്തു? ജയിപ്പറയെ. അപ്പോൾ എബ്രായർ 10:19 ഒന്ന് വായിച്ചേ. അപ്പൊ 20 ഇപ്രകാരം, തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശിപ്പാനുള്ള ധൈര്യം, എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുവാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? യേശുവിന്റെ, ഒന്ന് പറഞ്ഞാട്ടെ, രക്തത്തല. ഞാൻ നിർത്തുക. യേശുവിന്റെ രക്തത്തല. 5 കാര്യങ്ങൾ അവിടെ പറഞ്ഞത് കേട്ടോ, മറന്നു പോകരുത്. ക്രൂശിൽ ചൊരിഞ്ഞ യേശുവിന്റെ രക്തത്തിന്റെ 5 പ്രത്യേകതകൾ നമ്മെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിലേക്ക് കടന്നു കയറുവാൻ ഉള്ള ഒരു പ്രവേശനം ഒരുക്കി നൽകിയത് യേശുവിന്റെ രക്തമാണെന്ന് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്തു വന്ന നേർച്ച കാഴ്ചകളുണ്ട്, അതിനൊന്നും ആ ദൈവസന്നിധിയിൽ പ്രവേശിപ്പാൻ നമ്മെ കഴിഞ്ഞില്ല കേട്ടോ. പെരുന്നാൾക്ക് പോയതും, അമ്പ് പെരുന്നാൾക്ക് പോയതും, പൂരത്തിന് പോയതും, കരോളിന് പോയതും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മെ വീണ്ടെടുപ്പാനോ ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ഹല്ലേലൂയ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്കൊരു സാവകാശമില്ലാതിരുന്നപ്പോൾ ക്രൂശിമേൽ ചൊരിഞ്ഞ യേശുവിന്റെ തിരുനിണം നമ്മെ യോഗ്യരാക്കി തീർത്തുവെങ്കിൽ, ഈ സന്ധ്യയെങ്കിൽ വായിച്ച വചനങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ആ ക്രൂശിമേൽ ചൊരിഞ്ഞ രക്തത്തെ നമുക്ക് ധ്യാനിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. സ്തോത്ര. പാട്ടിന് ഈരടികൾ ഇപ്രകാരമാ: ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ക്രൂശിന്മേൽ